പണക്കാരെ പേടിച്ച ആമ. ഇതൊരു നാടോടിക്കഥയാണ്. തുർക്കിയിൽ ഒരു ചൊല്ലുണ്ട്. ആമ വീട്ടിൽ വന്നാൽ അതിൻ്റെ പുറത്ത് ഒട്ടകത്തിൻ്റെ പാൽ ഒഴിക്കണമെന്നാണ് ആ ചൊല്ല്. അതിന് വലിയൊരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിന് ഒരു കഥയും. ഒരിക്കൽ പാവപ്പെട്ട ഒരു കർഷകന്റെ വീട്ടിൽ പ്രതീക്ഷിക്കാതെ കുറേ വിരുന്നുകാരെത്തി. അവർ അതുവഴി പോയപ്പോൾ അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് വരികയായിരുന്നു. അതുകൊണ്ട് മുൻകൂട്ടി അറിയിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. കൃഷിക്കാരൻ ആകെ വിഷമിച്ചു. അയാൾ ഭാര്യയെ സമീപിച്ചു പറഞ്ഞു, ഇവർക്ക് എന്തു ഭക്ഷണം കൊടുക്കും? ഒന്നും തന്നെ ഇല്ലല്ലോ. ഭാര്യയും ആകെ വിഷമിച്ചു. അവസാനം കൃഷിക്കാരൻ നിവൃത്തിയില്ലാതെ ഒരു തീരുമാനത്തിലെത്തി. എന്തായിരുന്നു ആ തീരുമാനം? ഞാൻ അടുത്ത വീട്ടിലെ പണക്കാരൻ്റെ പക്കൽ നിന്നും കുറച്ച് പാൽ കടം ചോദിക്കാം. ഒരുപക്ഷേ അവിടെയുണ്ടാകും. കൃഷിക്കാരൻ ഒരു വലിയ പാത്രവുമായി ആ വീട്ടിലേക്ക് ഓടി. ആ വീട്ടുകാരൻ പാത്രം നിറയെ പാൽ നൽകിയിട്ട് പറഞ്ഞു, വിരുന്നുകാരൊക്കെ പോയ ശേഷം നിങ്ങൾ പാൽ എനിക്ക് എത്തിച്ചു തരണം. തിരിച്ചെത്തിക്കാമെന്ന വ്യവസ്ഥയിൽ അയാൾ പാലുമായി വീട്ടിലെത്തി. അങ്ങനെ കൃഷിക്കാരൻ വിരുന്നുകാരെ ഭംഗിയായി സൽക്കരിച്ചു. അവർ തിരിച്ചു പോയ ശേഷം കൃഷിക്കാരൻ്റെ ഭാര്യ അവരുടെ വീട്ടിലെ ഒരേയൊരൊട്ടകത്തെ കറന്നു നോക്കി. കഷ്ടകാലം എന്നേ പറയണ്ടൂ. ആ പാത്രത്തിൽ പകുതിയേ പാൽ കിട്ടിയുള്ളൂ. കൃഷിക്കാരൻ ആകെ പരവശനായി. കൊടുത്ത വാക്ക് പാലിക്കണമെന്ന് അയാൾക്ക് നിർബന്ധവുമാണ്. അയാൾ എന്ത് ചെയ്തു? അയാൾ ഒരു ചെറിയ പാത്രമെടുത്ത് അതിൽ പാൽ ഒഴിച്ചു. അപ്പോൾ ആ പാത്രം നിറയെ പാലുണ്ടായിരുന്നു. അങ്ങനെ പാത്രം നിറയെ പാലുമായി കൃഷിക്കാരൻ പണക്കാരനെ സമീപിച്ചു. പക്ഷേ അയാളുടെ സൂത്രം ഫലിച്ചില്ല. പണക്കാരൻ അയാളെ ശകാരിച്ചു. നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നോ? അത് നടക്കില്ല. കള്ളൻ, കള്ളൻ. പണക്കാരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കൃഷിക്കാരനെ ഒരു വലിയ പാത്രത്തിലാക്കി. എന്നിട്ട് അതിനു മുകളിൽ മറ്റൊരു പാത്രം വെച്ച് മൂടി. കർഷകന് ആ പാത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അയാൾ കുറച്ചു കഴിഞ്ഞ് ബദ്ധപ്പെട്ട് മുകളിലെ പാത്രം പൊക്കിയ ശേഷം പുറത്തേക്ക് തലയിട്ട് നോക്കി. അപ്പോഴാണ് അയാൾക്ക് ചതി മനസ്സിലായത്. താൻ ഒരു ആമയായി മാറിയെന്ന്. ആമയായി മാറിയ കൃഷിക്കാരൻ പാത്രത്തിൽ നിന്നും രക്ഷപ്പെട്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പോയി. അങ്ങനെ ആ ഗ്രാമത്തിലെ ഓരോ പാവപ്പെട്ടവൻ്റെ വീട്ടിലും ആമ പാൽ കടം വാങ്ങാൻ ചെന്നു. പണക്കാരുടെ വീട്ടിൽ ചെല്ലുവാൻ ആമയ്ക്ക് പേടിയായിരുന്നു. പാവപ്പെട്ട ഗ്രാമീണർക്ക് അവനെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ അവൻ്റെ പുറം കമിഴ്ന്നിരിക്കുന്നതിനാൽ പാൽ ഒഴിക്കുവാൻ കഴിയില്ലായിരുന്നു. അന്നു മുതൽ ഒരാമ വീട്ടിൽ വന്നാൽ അതിൻ്റെ പുറത്ത് പാൽ ഒഴിക്കുക ശീലമായി. അതിലൂടെ ഗ്രാമത്തിലെ പാവപ്പെട്ടവർക്ക് സന്തോഷമായി.